എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്നത് നമ്മൾക്കറിയാവുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു എങ്കിലും ഇതൊരു ഒരുതരം ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് തന്നെ വിലയിരുത്താൻ കഴിയുന്ന ഒന്നാണ്. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. നിങ്ങളുടെ മുന്നണിയുടെ സിറ്റിംഗ് സീറ്റാണ്. നിങ്ങളുടെ മുന്നണിയിൽ നിന്ന് നിങ്ങൾ പരീക്ഷിച്ച സ്വതന്ത്രൻ ഇറങ്ങിപ്പോയിരിക്കുന്നു. അത് നിങ്ങളുടെ ഒപ്പം നിർത്തുക എന്ന് പറയുന്നത് പ്രധാനമാണ്. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട, ഇത്രയൊക്കെ വരുത്തി വെച്ചിട്ട്. ജയിച്ചാലും തോറ്റാലും എല്ലാ മുന്നണികൾക്കും അതിന്റെ ഫലം അത്രമേൽ നിർണായകമാണ്. അവിടെയാണ് വിജയിക്കുമെന്ന ആത്മവിശ്വാസം നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. എന്നാലും തന്റെ ഒരു തൊലിക്കെട്ടി സമ്മതിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങയുടെ മറുപടിയോട് അങ്ങ് തന്നെ ശ്രദ്ധിച്ചാൽ മതി. സമീപ ദിവസങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നത നേതൃത്വം, അതിന്റെ പ്രതീകമായി മുഖ്യമന്ത്രി, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, ഇവർ തുടങ്ങി സ്ഥാനാർത്ഥി വരെ പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. ഇവരാണല്ലോ കേരള രാഷ്ട്രീയത്തിന്റെ തലസ്ഥാനമാകെ നിലമ്പൂരായി മാറിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ മുഖമായി നിന്ന് പ്രതികരണങ്ങൾ നടത്തിയവർ ഇവരായിരുന്നുവല്ലോ. അതെ, പക്ഷെ അത് ഇവിടെ പറയാൻ കാര്യം. അതെ, കാര്യമുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ കമ്പോട് കമ്പ് വായിച്ചാൽ, ആദ്യമധ്യാന്തം പരിശോധിച്ചാൽ ഇതിന്റെ മറുപടി തെളിമയാർന്ന ഒരു ഉദാഹരണം എന്നതുപോലെ നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. അതായത് അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തിന്റെ ഭാഗമായിട്ട് ഇതൊരു ലിറ്റ്മസ് പേപ്പർ ടെസ്റ്റായി ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് കരുതാൻ വേണ്ടി കഴിയുമോ? എന്താണ് ഇടതുപക്ഷത്തിന്റെ അഭിപ്രായം? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യമധ്യാന്തം ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അത്രയും കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ നിലമ്പൂർ നടന്നു തീർത്ത മാറ്റങ്ങൾ എത്ര അത്ഭുതാവഹമായി കേരളം നേടിയെടുത്ത വികസന പന്താവിന്റെ വഴിത്താരകളിൽ അഭിമാനകരമായ നേട്ടങ്ങളെ കരസ്ഥമാക്കാൻ നിലമ്പൂരിന് കഴിഞ്ഞിരുന്നോ? കേരളത്തിന്റെ നേട്ടങ്ങളെയും നിലമ്പൂരിന്റെ നേട്ടങ്ങളെയും മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ആകാശത്തിന് കീഴിൽ ബദൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇടതുപക്ഷ രാഷ്ട്രീയം നടത്തിയ ഇടപെടലുകളെ സംബന്ധിച്ച് തന്നെയാണ് ഞങ്ങൾ പ്രത്യാശാപൂരിതമായി ജനങ്ങളോട് അത്രയും വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചത്. സർക്കാരിന്റെ കാര്യം ഇവിടെ മുന്നിൽ പോകരുത്. അവരുടെ പരിഷ്കാരങ്ങളാ ഞങ്ങൾ ഗതികേട്ടിലെത്തിച്ചത്. പക്ഷേ അവിടെ നിർഭാഗ്യവശാൽ കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായത്തോട് നേരിട്ട് ഞാൻ പ്രതികരിക്കുന്നില്ല. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായമാണത്. വ്യക്തിപരമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിരിക്കാം. ഇങ്ങനെ പേടിക്കലടാ ആണുങ്ങളെ വില കളയാനായിട്ട്. എന്തായാലും ഞങ്ങൾ പ്രതികരിച്ചത് ചെണ്ടയുടെ എണ്ണം കാണിച്ചിട്ടും കോളാമ്പിയുടെ സൗന്ദര്യം കാണിച്ചിട്ടും മൈക്കിന്റെ എണ്ണം നോക്കാൻ പറഞ്ഞിട്ടും ഒന്നും ആയിരുന്നില്ല. നിലമ്പൂരിലെ ജനങ്ങളെ അണിനിരത്തി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കവും മുടക്കവും. അതായത് തെരഞ്ഞെടുപ്പ് സംബന്ധമായി ഏതു സാധാരണക്കാരനായ മലയാളിയുടെയും ഓർമ്മകൾ ഉണ്ടാകും. ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധയിലേക്ക് ഊന്നുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടെ തന്നെയാണ്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായ സഖാവ് എം സ്വരാജ് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂർ റോഡിൽ വന്ന് ട്രെയിൻ ഇറങ്ങുമ്പോൾ സ്വീകരിക്കാനെത്തിയ ജനസഞ്ചയം പ്രഖ്യാപിതമല്ലാത്ത നിലയിൽ അനൌദ്യോഗിക റോഡ് ഷോയായ സ്വീകരണം തന്നെ മാറുന്നതും എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. പിന്നീട് നിലമ്പൂരിന്റെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറ്റി എഴുതപ്പെടുന്നതും മറ്റാരും സമ്മതിച്ചില്ലെങ്കിലും സത്യസന്ധമായ കാര്യങ്ങളെ വിലയിരുത്തുന്ന എല്ലാ മലയാളികളും, പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകരും സമ്മതിക്കും. ഇന്നത്തെ ഏറ്റവും ഒടുവിൽ മനുഷ്യനൊരു മഹാസമുദ്രം എന്നതുപോലെ, അല്ലെങ്കിൽ ഒരു മഴക്കാടുകളെ അനുസ്മരിപ്പിക്കുന്ന വലിപ്പത്തോടുകൂടെ കുട്ടിക്കലാശം സംഘടിപ്പിക്കപ്പെടുമ്പോൾ നമ്മൾ കാണുന്നതെന്നതാണ് സ്ഥാനാർത്ഥിയുടെ 10 മിനിറ്റിൽ ചുവടെ നീണ്ടു നിൽക്കുന്ന സമാപന പ്രഭാഷണമുണ്ട്. നാട്ടുകാരുടെ ഭാഗ്യദോഷം, അല്ലാതെ എന്ത് പറയാനാ? ആ സമാപന പ്രഭാഷണത്തിൽ മൂന്ന് നിന്ന രാഷ്ട്രീയം എന്താണ്? കോൺഗ്രസോ ലീഗെന്നോ വ്യത്യാസമില്ലാതെ നിലമ്പൂരിലെ ജനതയൊന്നാകെ കേരളവും നിലമ്പൂരും നടന്നു തീർത്ത മാറ്റങ്ങളെ തങ്ങളുടെ അനുഭവങ്ങളിൽ വെച്ച് പരിശോധിക്കുകയും നല്ല മാറ്റങ്ങളാണ് നിലമ്പൂരിലും കേരളവും നിലമ്പൂരും എന്ന് അങ്ങ് എടുത്തു 2 തവണ പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നിലമ്പൂരിൽ പോയ 9 വർഷങ്ങളിൽ വികസന പ്രക്രിയ കേരളത്തിന്റെ ശരാശരിയിൽ നിന്ന് വിഭിന്നമായിരുന്നു എന്ന് അങ്ങ് ചിന്തിക്കുന്നുണ്ടോ? അതോ LDFന്റെ കീഴിൽ നിന്നുകൊണ്ട് PV അൻവർ നയിച്ച മണ്ഡലത്തിന് കേരളത്തിന്റെ ശരാശരിക്ക് സമാനമായതോ അതിൽ കൂടുതലോ ആയ വികസനം ഉണ്ടായിട്ടുണ്ട് എന്നാണോ അങ്ങ് വിചാരിക്കുന്നത്? അങ്ങനെയല്ല. അങ്ങേക്കറിയാമല്ലോ, ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച പേരുകാരൻ ഉൾപ്പെടെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിലും രാഷ്ട്രീയത്തെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി സംബന്ധമായ ദ്വന്ദ്വയുദ്ധം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ ഒരു മല്ലയുദ്ധം എന്ന നിലയിലല്ല. ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖി ഒളിച്ചുകളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിൽ അത്ഭുതാവഹമായ മാറ്റങ്ങൾക്കാണ് കേരളവും കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്തോ ചെവി ഇങ്ങോട്ട് തരൂ.
കേരളം നടന്നു തീർത്ത അഭിമാനകരമായ മാറ്റങ്ങളുടെ ചരിത്രപരമായ ഒരു പ്രതീകമാണ് കഴിഞ്ഞ 9 ആണ്ടുകൾക്കിടയിലെ നിലമ്പൂര്. എന്താ നീ പിറുപിറുക്കണേ? നിലമ്പൂർ മണ്ഡലത്തിൽ മാനവേദൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് 35 വർഷക്കാലം നിലമ്പൂരിന്റെ MLA ആയിരുന്ന മുൻ കോൺഗ്രസ് നേതാവിനെ നമുക്ക് സമ്മാനിച്ച സ്കൂളാണ്. കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷേ അത് തകർന്നു വീഴാറായ ഓടുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും അന്തർദേശീയ നിലവാരത്തിലേക്ക് മാറുന്നതിന് കേരളത്തിൽ ഇടതുമുന്നണിയുടെ നേതാവ് സഖാവ് പിണറായി വിജയൻ നോർത്ത് ബ്ലോക്കിൽ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കേണ്ടതായി വന്നു. എന്റെ ഒരു പേഴ്സണാലിറ്റിയുടെ വിജയമാണ്. കണ്ടിട്ട് ഇക്കാണുന്ന പേഴ്സണാലിറ്റി പോകുന്ന ലക്ഷണമാണ്. അത് മുതൽ 8585 വീടുകൾ ലൈഫ് മിഷൻ മുഖാന്തരം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ 7 പഞ്ചായത്തും ഒരു നഗരസഭയുമുള്ള സ്ഥലങ്ങളിൽ ലഭിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുത്ത പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുമുന്നണി പ്രതിദാനം ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ്. സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? നിലമ്പൂരും കേരളവും വലിയ മാറ്റങ്ങൾക്ക് വഴിമരുന്നിട്ട് യാത്ര തുടരേണ്ടതുണ്ടെങ്കിൽ ഇടതുപക്ഷം വിജയിക്കണം. സഖാവ് സ്വരാജ് നിലമ്പൂരിന്റെ നായകനായി കേരള നിയമസഭയിൽ ഉണ്ടാകണം. ജെയ്സി തോമസും മൈക്കിന്റെ കോളാമ്പിയുടെ കാര്യമുണ്ട്. അങ്ങ് ഇത്രമാത്രം അസ്വസ്ഥനാവരുത്. ഞാനത് പറഞ്ഞത് ഈ കൊട്ടിക്കലാശത്തെ സംബന്ധിച്ച് മാധു ചോദിച്ചപ്പോൾ ആ മൈക്കിന്റെ വാട്സിന്റെ ഇതിലല്ല രാഷ്ട്രീയം തീരുമാനിക്കുന്നത്, മാധുവിനാണെന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ജയിക്കിന് വല്ലാതെ കുറ്റബോധം മനസ്സിൽ കിടക്കുന്നുണ്ട്. അത് പുള്ളിയെ കുറിച്ചാണ് ആ പറഞ്ഞത് എന്നുള്ളത് ബോധമുണ്ട്. അതുകൊണ്ട് അതങ്ങ് തിരുത്തുക. ഞാനതെല്ലാം ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, അങ്ങ് ഞാൻ എം സ്വരാജിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ 15 ദിവസം നിലമ്പൂർ ഉണ്ടായതുകൊണ്ട് എം സ്വരാജിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവും. മാർത്തോമ കോളേജിലെ തെരഞ്ഞെടുപ്പ് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ജയിക്ക് അതിനേക്കാൾ നല്ലതായിട്ട് ഞാൻ 5 വർഷം ഞാൻ തൃപ്പൂണിത്തറക്കാരനാണ് ജയിക്കെ. 5 വർഷം എം സ്വരാജ് ഞങ്ങളുടെ MLA ആയിരുന്നു. ഇവന്റെ ഒരു കാര്യം നീഞ്ഞു വന്നേ. ദൈവത്തെ ഓർത്ത് ചതിക്കരുത്. ഒരു MLA എന്ന രീതിയിൽ എത്രമാത്രം വലിയ പരാജയമാണെന്ന് നേരിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. കണക്ക് വെച്ച് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാം. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തു. ഇനി ഞാൻ സമ്മതിക്കണ്ട. നിങ്ങൾ എന്തിനായിരുന്നു തൃപ്പൂണിത്തുറ മുൻ ഏരിയ സെക്രട്ടറി CN സുന്ദരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാ നിങ്ങൾ പുറത്താക്കിയത്? അതോടൊപ്പം എത്രയോ അധികം നേതാക്കന്മാരെ മാറ്റി നിർത്തിയത്. അവരിൽ പലരും കോൺഗ്രസിലേക്ക് വന്നു. CN സുന്ദരനെ കഴിഞ്ഞ സമ്മേളനകാലത്താണല്ലോ തിരിച്ചെടുത്തിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് പോയത്. എന്തിനാ 2021 നിങ്ങൾ പുറത്താക്കിയത്? ഈ എം സ്വരാജിനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതിന്റെ പേരില്ലേ? അപ്പൊ എവിടെ നിലമ്പൂരിൽ നിന്ന് തൃപ്പൂണിത്തുറ വന്ന് മത്സരിച്ച് 5 വർഷം കൊണ്ട് വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായി അവസാനം ആ വിമത പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പരാജയപ്പെടുത്തപ്പെട്ടു എന്ന്. അതുകൊണ്ടൊന്നും അല്ല പരാജയപ്പെട്ടെന്നുള്ള വസ്തുത ഞാൻ വേണേ പറയാം. അപ്പൊ നിങ്ങളുടെ പാർട്ടിക്ക് പോലും അനഭിമതനായ ആള് എം സ്വരാജിനെ ഞാൻ വിമർശിച്ച നിങ്ങൾ എന്തിനാ എത്രമാത്രം കുറ്റപ്പെടുന്നത്? എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാം. പിന്നെ അങ്ങ് ലോക്കൽ കമ്മിറ്റി മെമ്പർ അദ്ദേഹം VS പക്ഷത്തും പിണറായി പക്ഷവും തമ്മിലുള്ള പോരാട്ടം നടക്കുമ്പോൾ പിണറായി പക്ഷത്തിൽ നിന്ന് നിലമ്പൂര് മത്സരിച്ച് അവിടുത്തെ ഏരിയ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട ആള് കൂടിയല്ലേ സ്വരാജ്? എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അപ്പൊ നിങ്ങൾ ഈ മഹത്വം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിൽക്കാലം ഞാൻ പഠിച്ചിട്ടുണ്ട്. ജയിക്ക് പഠിച്ചിട്ട് വേണം അത് പറയാൻ, അല്ലെങ്കിൽ സെൽഫ് ഗോൾ ആയി പോകും. സമാധാനമായ എങ്ങനെ വല്ലതും പറയാനുണ്ടോ? എന്ത്? അല്ല, ലേശം റെസ്റ്റ് എടുത്തിട്ട് പോയ പോരെ? വണ്ടി എടുക്കണം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തി. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.